Je te laisserai des mots en dessous de ta porte, en dessous des murs qui chantent, tout près de la place où tes pieds passent, cachés dans les trous de ton divan. Et quand tu es seul pendant നാമത്തിൽ ആമേൻ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനെ അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നല്ല ഈശോയെ, ഞങ്ങൾ ഈ ഒരു ദിവസത്തെ പ്രത്യേകമായി അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് തന്ന ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ കെവിൻ ഇന്ന് അവൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അപ്പം അവനെല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ള എല്ലാ സംരക്ഷണവും നൽകണമേ. പ്രത്യേകിച്ച് കെവിനെയും അവന് കല്യാണം കഴിക്കാൻ പോകുന്ന മോളെയും സമർപ്പിക്കുന്നു. ടാനിയും പ്രത്യേകമായിട്ട് ഈശോയെ അങ്ങയുടെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധിയുള്ള, സ്നേഹമുള്ള, സന്തോഷമുള്ള ഒരു കുടുംബജീവിതം നയിക്കാനുള്ള വലിയ കൃപ നൽകണം. അതിലേക്കുള്ള ആദ്യപടിയാണ് ഈശോയെ അവരുടെ ഒത്തുകല്യാണം. ആ സാഹചര്യത്തെ ഈശോയെ അങ്ങയുടെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാം വളരെ മനോഹരമായിട്ട് അനുഗ്രഹപ്രദമായിട്ട് അങ്ങ് നടത്തി തന്ന് അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കെവിൻ്റെ ടാനിയെയും അവരുടെ കുടുംബത്തെയും സമർപ്പിക്കുന്നു. അതുപോലെ കെവിനെയും മാതാപിതാക്കളെ എല്ലാവരും സമർപ്പിക്കുന്നു. ഇവിടെ വന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും, സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും എല്ലാം സമർപ്പിക്കുന്നു. അവർ എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയിൽ ആയിരിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് നമ്മുടെ പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതലുള്ള വചനങ്ങൾ. കർത്താവെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായിത്തീർന്നു. എല്ലാ കന്നുകാലികളിൽ നിന്നും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയലുകളിൽ ഒന്നെടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്നെടുത്ത് വാരിയൽ കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരിയെന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവൻ്റെ ഭാര്യയും അവർ ഒറ്റ ശരീരമായി തീരും. I've been waiting for the moment to arrive. Come stand with me down under the stars at night. Come look with me from where I stand. You can see most everything. And I've been waiting for the moment to arrive. I was waiting for the moment to arrive. I was waiting for the moment to arrive. I wouldn't miss
it for the world. അഭിനന്ദനമില്ലാതെ ഈ ദിവസം ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തപ്പെടുകയുണ്ടായി. എല്ലാവരുടെയും പേരിൽ ആശംസകളും ഒപ്പം തന്നെ പ്രാർത്ഥനയും ഞാൻ അറിയിക്കുകയാണ്. Amen.
ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ഉണ്ടാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തെ പക്ഷികളെ നോക്കുകയും അവ വിധിക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇവയെ തീറ്റിപ്പോരുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുടമെങ്കിലും പൊക്കുവാൻ നിങ്ങളുടെ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റി നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവ്വ മഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുത്തറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ ആത്മവിശ്വാസികളെ നിങ്ങളെ അധികമായി ഇവിടുന്ന് അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതിയാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഒരു തിരുക്രമത്തിനാണ് പങ്കുചേരുക. നമ്മുടെ മക്കൾ ദൈവത്തിന് മുൻപിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് വിവാഹ വാഗ്ദാനം നടത്തുകയാണ്. വിവാഹ കുദാശയിലൂടെ ഞങ്ങളെ തന്നെ പരസ്പരവും ദൈവത്തിനുമായി സമർപ്പിച്ച് സഭയിലൂടെ വിവാഹത്തിലൂടെ ഒരു കുടുംബത്തിന് രൂപം കൊടുക്കാമെന്നവരെ വാഗ്ദാനം ചെയ്യുകയാണ്. ഈ വാഗ്ദാനം ദൈവകൃപയിൽ സമർത്ഥമായിട്ട് ഫലപ്രദമാകട്ടെ, ആശീർവാദം നിറഞ്ഞതാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവരോട് മാത്രമല്ല, കെവിനോട് ഡാനിയോട് മാത്രമല്ല, നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആകുലരാകേണ്ട. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ കാര്യത്തിൽ സത്യമുള്ളതാണ്. നിങ്ങൾ സ്വർഗീയ കാര്യങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുക, ബാക്കിയൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുക. ആശ്വാസം നൽകുന്ന വാക്കുകളാണ്. പലപ്പോഴും നമ്മൾ പലപ്പോഴും ഈ ആകുലതകളും വ്യാകുലതകളും ആൻസൈറ്റിയിലും കൊണ്ടാണ് പലപ്പോഴും ജീവിതം പലപ്പോഴും അസുഖം ബുദ്ധിമുട്ട് നിറഞ്ഞതാകുന്നത്. നമ്മൾ സുവിശേഷം പറയുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആകുലപ്പെട്ടുകൊണ്ട് എന്താണ് ഗുണം? നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു മുടിയുടെ പോലും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല. അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനാ ആകുലപ്പെടുന്നത്? ലോകം മുഴുവനെ സൃഷ്ടിച്ച നമുക്ക് രൂപം നൽകിയ ദൈവപിതാവിന് നമ്മെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട്, അറിവുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമ്മെ കാത്തുകൊള്ളുമെന്ന് ഈ കുടുംബജീവിതം ആരംഭിക്കുന്ന നമ്മുടെ രണ്ട് മക്കളെ ഡാനിയെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരോട് ഈശോ പറയുന്നത് തന്നെയാണ്, നിങ്ങൾ ആകുലപ്പെടേണ്ട, പക്ഷേ വിശ്വസിക്കുക, ദൈവരാജ്യം അന്വേഷിക്കുക, ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരായിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവത്തിലുണ്ട്. ആ ഒറ്റ വിശ്വാസത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നിങ്ങളുടെ വിവാഹ ജീവിതം, നിങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന വിവാഹ ജീവിതം ദൈവകൃപ നിറഞ്ഞതാകും. നിങ്ങളുടെ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്കറിയാം, ഈ വിവാഹ വാഗ്ദാനം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വഭാവ പാരമ്പര്യം അനുസരിച്ച് അതിപ്രധാനപ്പെട്ട ഒരു കുദാശാനുകരണമാണ്. ഇത് വിവാഹത്തിനുള്ള ഒരുക്കമാണ്. വിവാഹത്തിനുള്ള ഒരുക്കമാണ് നടക്കുന്നത്. മാതാപിതാക്കൾ ബാക്കിമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് സത്യമുള്ളവരാണ്. അവർ ചെയ്തുള്ളൂ. നിങ്ങൾ ഒരുങ്ങേണ്ടത് എങ്ങനെയാണെന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുക. വിവാഹത്തിനായിട്ട് ഒരുങ്ങേണ്ടത് ഈ ഉദാശയാണ്. കർത്താവാണ് യോജിപ്പിക്കുക. പരിശുദ്ധൻ നിങ്ങളോടൊപ്പം ഉണ്ട്. അവരോടൊപ്പം ജീവിക്കുന്നതാണ് വിവാഹ ജീവിതത്തിൻ്റെ വിജയം എന്ന് മനസ്സിലാക്കി ആത്മീയമായിട്ട് ദൈവികമായിട്ട് ഒരുങ്ങാനുള്ള സമയമാണ് ഇനിയുള്ള സമയമാണ്. അധിക സമയം എത്തുന്നില്ല, ഒരു മാസത്തോളമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഉള്ള ഒരുക്കത്തിനുള്ള സമയമായ ആത്മീയമായ ആധ്യാത്മികമായിട്ട് ഉള്ള ഒരുക്കമാണ്. വിവാഹത്തെക്കുറിച്ചും വിവാഹം എന്ന വലിയ രഹസ്യത്തെക്കുറിച്ചും പരസ്പര സ്നേഹത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ അതുപോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാപരമായിട്ട് ചെലവഴിക്കുക. ദൈവത്തിന് മുമ്പിൽ നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അതാണ് നിങ്ങൾക്കുള്ള ഒരുക്കം. വിവാഹ ഒരുക്ക ഉദാശയുടെ അർത്ഥവും അത് തന്നെയാണ്. നിങ്ങൾ വിവാഹത്തിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് വേണ്ട തരത്തിൽ ഒരുക്കുക. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നേരത്തെ ആശംസിക്കുന്ന കുടുംബങ്ങൾക്കും ദൈവകൃപ സമർത്ഥമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിശദമാക്കുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുക.
സന്തോഷത്തോടെ വിവാഹ വാഗ്ദാനത്തിന് പ്രാർത്ഥിക്കാം. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ദാസനെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനമനുസരിച്ച് വിവാഹിതരാകുവാനുള്ള നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലൂടെ വിശുദ്ധമായ വിവാഹ ജീവിതം നയിക്കുവാൻ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും ബന്ധവുമാണ് ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ടി അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്ത് സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ശരിയായ പൂർണ്ണമായ സ്വതന്ത്രമായ മനസ്സും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹം നിശ്ചയത്തിലേർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപനിക്കാനുള്ള അവസരം ദിവസം നിങ്ങൾക്ക് നൽകുകയാണ്. ജോൺ മിശിഹായുടെ നിയമം തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹ നിതാശയിലൂടെ എലിസബത്തിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. എലിസബത്ത് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹ നിതാശയിലൂടെ ജോണിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവായ മിശിഹായെ വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസനെ ഞങ്ങളുടെ അമ്മയായ വിശുദ്ധ തിരുക്കുടുംബത്തിന്റെ നാഥനായ മറിസേവിന്റെയും ഞങ്ങളുടെ പിതാവായ മർമ്മമാശിഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും ശിഷ്യായ സകല വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെ നാഥായ എന്നേക്കും. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനത്തിന് അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും റബ്ബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും ഉചിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ വിവാഹക്കാഴ്ചയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതിന് പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കാമേ.
നിത്യപിതാവേ ശംശയാർത്ഥാനം ചെറിയെക്കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ. എൻ്റെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ഏറ്റുന്നവരോട് ഞങ്ങൾ ശംസിക്കുന്ന പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആദിയിലെ പോലെ എപ്പോഴും നീക്കാമേ. പിതാവേ ശംശയാർത്ഥാനം ചെറിയെക്കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ. ആരും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഏറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. റെഡിയാണെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ടുഗദർ എനിക്ക് നല്ലൊരു എനർജറ്റിക് ആയിട്ട് നൽകാമോ? എല്ലാവരും ചേർന്ന്. പോരാ, ഈ കൈയടി പോരതെ. അവിടെയൊക്കെ ആൾക്കാർ കൈ കെട്ടി നിൽക്കുകയാണ്. നല്ലൊരു കൈയടി, നല്ലൊരു എനർജറ്റിക് ആയിട്ട് എല്ലാവരും ചേർന്ന്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു മനോഹരമായ സായനത്തിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ടാനിയുടെയും കെവിൻ്റെയും ബെട്രോത്തൽ സെലിബ്രേഷനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എ കൂൾ ഗുഡ് ഈവനിങ് ആൻഡ് ഹാർട്ടി വെൽക്കം ടു വൺ ആൻഡ് ഓൾ ഗാദേഡ് ഹിയർ. മൈസെൽഫ് ഡോണ, യുവർ ഹോസ്റ്റ് ഫോർ ടുഡേയ്സ് ഫംഗ്ഷൻ. ഇനി കുറച്ചു നേരം സ്റ്റേജിലെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു സായാഹ്നമാണ് അല്ലേ, ബെട്രോത്തൽ സെലിബ്രേഷൻ. വിവാഹത്തിനുള്ള മനസ്സമ്മതമൊക്കെ അറിയിച്ച് ദ ബ്രാൻഡ് ന്യൂ കപ്പിളായിട്ട് ടാനിയും കെവിനും നമുക്ക് എല്ലാവർക്കും മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ വിഷസും ഓൺ ബിഹാഫ് ഓഫ് എവ്രി വൺ ഗ്യാദേഡ് ഹിയർ നേരുകയാണ്. അപ്പോൾ പുതിയൊരു തീരുമാനമൊക്കെ എടുത്തു, ലൈഫിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അല്ലേ. അപ്പം പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു, അച്ഛൻ്റെ അടുത്ത് മനസ്സമ്മതമൊക്കെ അറിയിച്ചു. അപ്പോൾ ഇത് അയക്കേണ്ട ആൾക്കാരൊക്കെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളെ ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാനായിട്ട് കുറച്ചധികം നേരമായിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് തോന്നുന്നത്? റൈറ്റ് നൗ വാട്ട് ആർ ദ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്? എന്ത് തോന്നുന്നു? ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. പിന്നെ ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു നന്ദി. എനിക്കും പറയാനുള്ളത് അതേ കാര്യം തന്നെയാണ്. ഇന്നിവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസമുള്ള കല്യാണത്തിലേക്ക്. സോ ഐ എം എക്സൈറ്റഡ്. അപ്പോൾ കല്യാണം എന്താണ് ഡേറ്റ്? എന്താണ്? 14th അല്ലേ? അപ്പം അഡ്വാൻസ് ആയിട്ട് എല്ലാ സന്തോഷവും സമാധാനം നിറഞ്ഞ നല്ലൊരു വിവാഹ ജീവിതം ആശംസിക്കുകയാണ്. ആൻഡ് ടാനിയ, യു ലുക്ക് സോ സ്റ്റണ്ണിങ് ഇൻ ദിസ് ലെഹങ്ക. സുന്ദരി കുട്ടിയായിട്ടുണ്ട് അല്ലേ? ടാനിയയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കൈയുടെ കൂടെ, ഇത് ഇവിടെയുള്ളവരൊക്കെ കൂടെ. കെവിൻ ഒട്ടും മോശമല്ല, സൂപ്പർ ലുക്കിംഗ് ആയിട്ടുണ്ട്. രണ്ടുപേരും ഇന്നത്തെ ഒരു ദിവസം പെർഫെക്റ്റ് പെയർ ആയിട്ടുണ്ട്. ഓക്കെ, എനിക്കറിയാം ടാനിയുടെയും കെവിൻ്റെയും അടുത്ത ആൾക്കാരൊക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവരെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവരാണ് എല്ലാവരും. എന്നാൽ പോലും ഇന്നത്തെ ഒരു ദിവസം ഒഫീഷ്യലായിട്ട് രണ്ടുപേരെയും ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. A gorgeous bride to be, Tania Roy, Tekkedath family. She is a commerce graduate from IGNOU and chartered accountant, final level ICAI, was working as account officer at INKEL Limited, Ernakulam, and a handsome groom to be Mr. Kevin Biju, Pariyappanal family. IGNOUil ninnu commerce ബിരുദം നേടി, chartered certified accountant professional level ACCA. He is working as a business consultant at Leap Business Partners, Ernakulam right now. അല്ലേ? അപ്പോൾ രണ്ടുപേരും CA ഫീൽഡാണ്. അപ്പം ആ ഒരു പ്രൊഫഷണൽ
അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിരിക്കും അല്ലേ? യാ, ഓൾറൈറ്റ്. അപ്പോൾ അവർ രണ്ടുപേരും സ്റ്റേജിലുണ്ട്. പക്ഷേ കുറച്ച് പേരൂടെയൊക്കെ വന്ന് രണ്ട് സൈഡിലും നിന്നാലേ ആ ഒരു ബിഗ് ബ്യൂട്ടിഫുൾ ഫാമിലി ഫ്രെയിം കംപ്ലീറ്റ് ആവുന്നുള്ളൂ അല്ലേ? ഇതുവരെയുള്ള ഇവരുടെ ജേർണിയിൽ ഇവർക്ക് ലവും സപ്പോർട്ടും ഒക്കെ കൊടുത്ത് ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ ഇവർ എടുക്കാൻ പ്രാപ്തരാക്കി ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ടാനിയുടെ പേരൻസ്, ടാനിയുടെ ഫാദർ മിസ്റ്റർ റോയി മാത്യു തെക്കേടത്ത് ഫ്രം വിളക്കുമാട്, ബിസിനസ്മാൻ ആണ് അദ്ദേഹം. അമ്മ മിസ്സിസ് സൂസൻ റോയി, ഷീസ് എ ലവ്ലി ഹോം മേക്കർ. രണ്ടുപേരെയും നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്റ്റേജിലേക്ക് എത്തുന്നത് കെവിൻ്റെ പേരൻസ് ആണ്. കെവിൻ്റെ ഫാദർ മിസ്റ്റർ ബിജു ജോൺ പരേതനാൽ ഹൗസ് ഫ്രം മുള്ളൻകൊല്ലി, വയനാട് ബേസ്ഡ് ആണ്. കൃഷികാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്. അമ്മ മിസ്സിസ് ബെറ്റി ബിജു, ഷീസ് എ ലവ്ലി ഹോം മേക്കർ. രണ്ടുപേരെയും വേദിയിലേക്ക് വെൽക്കം ചെയ്തു. അടുത്തതായിട്ട് യെസ്, ഓഫ് കോഴ്സ് സിബ്ലിംഗ്സ് ഇല്ലാതെ ഇന്ന് ആഘോഷം അല്ലേ? ടാനിയുടെ ഒരു ബ്രദറാണ് മിസ്റ്റർ മാത്യു സി റോയി. ഈസ് എ ബിസിനസ്മാൻ. ഹിസ് വൈഫ് മിസ്സിസ് പിങ്കി ജോസഫ് ഈസ് ആൻ എക്സിക്യൂട്ടീവ് അറ്റ് മാസിമ മെഡിസിറ്റീസ് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് റിലേറ്റഡ് പ്രിൻസസ് റേച്ചൽ റോസ് മാത്യൂസ്. വെൽക്കം ബാക്ക് യു ഫാമിലി ടു ദി സ്റ്റേജ് ആൻഡ് നല്ലൊരു കൈയ്യടി മൂന്ന് പേർക്കും. കെവിന് രണ്ട് സിസ്റ്റേഴ്സ് ആണ് അല്ലേ? യെസ്. Rispa Maria, she is a consultant at KPMG Bangalore, and Ria Rose, she is a nursing student at Medical College, Calicut. Welcome Rispa and Ria, welcome to the stage. Nallora kaiyadi. We're walking together through any weather. You and I, side by side. We can't go anywhere when the sun is shining and the world is smiling, and it's you and I, side by side. It's even brighter together. When we're together, we are stronger. We can lift each other when we're falling. I got your back and you got mine. When we're side by side, when we're side by side, when the going gets tough and the tough gets going, if it's you and I, side by side, it's a little bit easier. Together, when we're together, we are stronger. We can lift each other when we're falling. I got your back and you got mine. When we're side by side, when we're side by side.